കൺവെൻഷനാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്തനായിട്ടുള്ള അഡ്വക്കേറ്റും സാമൂഹ്യ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രശാന്ത് ഭൂഷണാണ്. അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഈ കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് സംഘാടക കമ്മിറ്റിയുടെ ചെയർമാനും RMPIയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് സഖാവ് TL സന്തോഷിനെ ഇതിൻ്റെ അധ്യക്ഷനായിട്ട് സ്വാഗതം ചെയ്യുന്നു. MP ബാബുരാജ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുടെ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപം കൊടുത്തിട്ടുള്ള കേരള സേവ് കേരള സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തുന്നത് അതിൻ്റെ സംസ്ഥാന കൺവീനറായിട്ടുള്ള അഡ്വക്കേറ്റ് ജോൺ ജോസഫാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. പ്രശാന്ത് ഭൂഷണും അഡ്വക്കേറ്റ് ജോൺ ജോസഫും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 3:30 ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. PUCLൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് PA പൗരൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ കിസാൻ മഹാസംഘിൻ്റെ ദക്ഷിണേന്ത്യൻ കോർഡിനേറ്ററായിട്ടുള്ള PT ജോൺ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ PA പ്രേംബാബു എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയുന്ന സംഘടനയുടെ നേതാവാണ്. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രശസ്ത കവികളായിട്ടുള്ള KG ശങ്കരപിള്ള, K സച്ചിദാനന്ദൻ, കൽപ്പറ്റ നാരായണൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, നമുക്കെല്ലാം കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ആളുകൾ, അവർ നേരിട്ടതിൽ പങ്കെടുക്കാം എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അവർക്ക് പ്രത്യേക ഒരു സാഹചര്യം, പല KGS കോവിഡ് മാറി പുറത്തിറങ്ങാറായിട്ടില്ല. അതുകൊണ്ട് നേരിട്ട് പങ്കെടുക്കാൻ പറ്റില്ല. ആശംസ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കുറിപ്പ് തന്നിട്ടുണ്ട്. അത് പ്രേംബാബു അവതരിപ്പിക്കും. അതുപോലെ തന്നെ സച്ചിദാനന്ദനും കൽപ്പറ്റ നാരായണനും ഐക്യദാർഢ്യ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഈ സമ്മേളനത്തിൽ പ്രേംബാബു അവതരിപ്പിക്കും. പിന്നെ MCPIയുടെ സംസ്ഥാന സെക്രട്ടറി N ശ്രീകുമാർ, CPIML റെസ്റ്റാറിൻ്റെ സംസ്ഥാന സെക്രട്ടറി MK ദാസൻ, കവിയും സാമൂഹ്യ പ്രവർത്തകയുമായിട്ടുള്ള ബൽക്കീസ് ബാനു, CPIMLൻ്റെ സംസ്ഥാന സെക്രട്ടറി P സുശീലൻ, CMP അരവിന്ദാക്ഷൻ വിഭാഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി L മോനച്ചൻ തുടങ്ങിയ അഭിവാദ്യം ചെയ്ത് പ്രസംഗിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്.
നമുക്കറിയാം, ഈ കേരളത്തിലെ പിണറായി സർക്കാർ നിരവധി കോർപ്പറേറ്റ് വികസന പദ്ധതികൾ ജനങ്ങളുടെ വികസനമെന്ന ഓമന പേരിട്ടുകൊണ്ട് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് തുടക്കം കുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരയിൽ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളുടെ അടുക്കളയിൽ പോലും കല്ലിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പും പ്രതിഷേധവും നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് വലിയ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയായി മാറിക്കഴിഞ്ഞിട്ടുള്ള പിണറായി വിജയനെ അദ്ദേഹം ജനങ്ങളുടെ പേരിൽ മുന്നോട്ട് വയ്ക്കുന്ന കോർപ്പറേറ്റുകൾക്കും കോൺട്രാക്ടർമാർക്കും ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും മാത്രം ലാഭമുണ്ടാക്കുന്ന ഈ പദ്ധതികളെ ചെറുത്തു തോൽപ്പിക്കാതെ കേരളത്തിന് ഇന്ന് നിലനിൽക്കാനും മുന്നോട്ട് പോകാനും കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളെക്കുറിച്ചും അവർ നടത്തുന്ന പ്രതിഷേധത്തെക്കുറിച്ചുമാണ് പ്രധാനമായിട്ട് നമ്മുടെ പത്രങ്ങളും മറ്റ് ചാനലുകളുമൊക്കെ തന്നെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ ഇരകളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുമാണ് എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ നിരവധി വിഷയങ്ങളിൽ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ജനവിരുദ്ധ നടപടികൾക്കെതിരായിട്ട് സമര പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് കൊണ്ടുവരുന്നത് എന്ന് ഇത് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. അതേസമയത്ത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൂമി നഷ്ടപ്പെടുന്നവരുടെയും സർക്കാരും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല എന്നും ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക ഭൂ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിലെ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും സംരക്ഷിക്കാതെ ഇനി കേരളത്തിൽ നിലനിൽപ്പില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇത്തരം സമരപ്രക്ഷോഭങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്കാണ് ഇതിൻ്റെ ഗൗരവം ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ നമ്മുടെ ഈ മനസ്സിലാക്കലിന് പിന്നിലേക്ക് കേരളത്തിലെ മുഴുവൻ ആളുകളെയും, പരിസ്ഥിതി പ്രവർത്തകർ, സാമ്പത്തിക വിദഗ്ധർ, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ അണിചേർത്തുകൊണ്ട്, ഇതിൻ്റെ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളെയും അടക്കം അണിചേർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയെങ്കിൽ, ഐക്യപ്പെട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പിണറായി സർക്കാരിനെ നേരിടാൻ കഴിയുള്ളൂ എന്ന് കഴിഞ്ഞ കാലം തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ കരുണാകരനേക്കാൾ വലിയ ഒരു സ്വേച്ഛാധിപതിയായിട്ട് പിണറായി വിജയൻ മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ LDF സർക്കാർ എന്ന് പറയേണ്ട, അതുപോലെ തന്നെ CPMന്റെ നേതൃത്വത്തിൽ നിന്ന് സർക്കാർ ഒന്നും പറയാൻ കഴിയില്ല. കാരണം മന്ത്രിസഭയിലോ അതിൽ ബന്ധപ്പെട്ട മറ്റ് ആളുകൾക്കോ ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ ഒരു ഏകാധിപതിയായി എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്ന ഒരു പിണറായി സർക്കാരായിട്ട് കേരളത്തിലെ ഭരണം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് നേരിടാനുള്ള ശത്രു നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ചെറിയ ശത്രുവല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഈ കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പേരിലും ഇന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകളൊക്കെ തന്നെ. എന്നാൽ
ഈ കോർപ്പറേറ്റ് നയങ്ങൾ നടപ്പിലാക്കുന്ന BJPയും കോൺഗ്രസ് പോലെയുള്ള സംഘടനകളും ഇന്ന് ഇതിനെതിരായിട്ട് സമരരംഗത്തുണ്ടെങ്കിൽ പോലും ഇന്ന് ജനകീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലൊരു ബദൽ വികസന നയം മുന്നോട്ട് വയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഭാഗങ്ങളുമായി യോജിച്ച് സമരരംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ കോൺഗ്രസ് ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവരെന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ കേരളയിൽ ഇല്ലാതാക്കാനാണോ, അതോ അവരും സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കാനാണോ? ഒന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജപ്പാനിലുള്ള ഇതിൻ്റെ കാലഹരണപ്പെട്ട ഈ സംവിധാനം നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന, അതിന് കടം കൊടുക്കുന്ന ആളുകളൊക്കെ തന്നെ BJPയുമായും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമൊക്കെ ആയിട്ട് വളരെ അടുപ്പമുള്ള ആളുകൾ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെയൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രക്ഷോഭം നടത്തിയാലും അവസാന ഘട്ടത്തിൽ ഏത് നിമിഷത്തിലും ഇവരൊക്കെ തന്നെ ഇതിൽ നിന്ന് പിന്മാറാനും അങ്ങനെ ജനങ്ങളിലും സമരം ചെയ്യുന്നവരിലും നിരാശയടക്കം ഉണ്ടാക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പത്രങ്ങളും ചാനലുകളും ഒക്കെ തന്നെ ഈ കേരയിൽ കേരയിൽ പദ്ധതിക്കെതിരായിട്ട് വലിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 ലക്ഷം കോടി രൂപ മുടക്കുന്ന, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10,000 കോടി രൂപ കമ്മീഷൻ ലഭിക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരു 500 കോടി രൂപയൊക്കെ ചെലവാക്കാൻ തീരുമാനിച്ചാൽ വരുന്ന ആളുകളിൽ നമ്മുടെ പത്രങ്ങളും ചാനലുകളും ഒക്കെ തന്നെ ഇതിന് അനുകൂലമായിട്ടുള്ള ചർച്ചകളും വരുന്ന ആളുകൾ നടത്താൻ സാധ്യതയുണ്ട്. അതും തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മനസ്സിലായിട്ട്, എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടൊരു കാര്യം, ഈ ഹൈവേ വന്നപ്പോൾ ഇവിടെ ഞാൻ മണ്ണുത്തി മുതൽ പാലിയേക്കര വരെ ഹൈവേ പണിത സമയത്ത് നോക്കുമ്പോൾ, വർഷക്കാലത്ത് നോക്കിയാൽ ഈ ഹൈവേയുടെ കിഴക്കേ ഭാഗത്ത് ഒരു തളയണയുടെ അപ്പുറത്തേക്ക് നോക്കുന്ന പോലെ വലിയ വെള്ളക്കെട്ട് നമ്മൾ കടലിൽ നോക്കുന്ന പോലെയായിരുന്നു. പക്ഷെ പിന്നീട് അവിടെ മണ്ണിട്ട് നേരത്തെ ബിൽഡിംഗ് പണിത് അവരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഇതിനകത്ത് പറയുന്ന കേരളത്തെ രണ്ടാക്കി മുറിക്കുന്ന ഈസ്റ്റ് കേരളയും വെസ്റ്റ് കേരളയും ഒക്കെ ആയി മാറാൻ സാധ്യതയുള്ള ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് വരുന്ന 8 മീറ്റർ ഉയരത്തിലൊക്കെ കോട്ട കെട്ടി അതിനപ്പുറത്ത് ആ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് സർക്കാർ നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നില്ല, അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അപ്പം അത്രയും ഗുരുതരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി പശ്ചിമഘട്ടം തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക് അടക്കം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്ന ആളുകളിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു ഗൗരവപ്പെട്ട കേരളത്തിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന ഇതിനെതിരായിട്ട് എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങൾ മുന്നോട്ട് വരണം. അവരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ വരുന്ന ആളുകളിൽ ഏർപ്പെടണം. അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ കൂടി മാത്രമേ ഇത് നിർത്തിവെപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കൺവെൻഷനിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ വിട്ടുപോയ 2 പ്രധാനപ്പെട്ട പേരുകൾ, സ്വരാജ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വേണുഗോപാലൻ നായർ, അതുപോലെ തന്നെ ശശികുമാർ മലയൻകീഴ് സോഷ്യലിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ നമ്മുടെ തൃശ്ശൂരിൻ്റെ മുൻ മേയറാണ്. ഇവരൊക്കെ തന്നെ ഈ സംഘാടക സമിതിക്ക് വേണ്ടിയിട്ട് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധ്യക്ഷനായിട്ട് TL സന്തോഷിനെ ക്ഷണിക്കുന്നു. വാസ്തവത്തിൽ കേരളീയ വിരുദ്ധ സമരം എന്ന് പറയുന്നത് കേവലം കേരളീയനെതിരായിട്ടുള്ള സമരം മാത്രമായിട്ട് അവസാനിക്കുന്ന ഒന്നല്ല എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ വ്യാജം വികസനത്തിന് രാഷ്ട്രീയമില്ല.
വികസനത്തിനല്ലാണ്ട് വേറെ എന്തിനാ രാഷ്ട്രീയമുള്ളത്? നമ്മുടെ സമൂഹം നാളെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വികസന പ്രക്രിയ. അങ്ങനല്ലെങ്കിൽ പിന്നെ വേറെ എന്തിനാ രാഷ്ട്രീയമുള്ളത്? അത് നിർവഹിക്കപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന് രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ വ്യവഹാരങ്ങളെ അരാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള പ്രക്രിയയാണ് നടക്കുന്നത്. വാസ്തവത്തിൽ അതിന്റെ രാഷ്ട്രീയം തിരിച്ചറിയുകയും അതിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഈ പ്രക്രിയയിൽ രാഷ്ട്രീയം തിരിച്ചറിയുക, അതിൽ ഇടപെടുക, അതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെ സാമൂഹ്യ ജീവിതം എങ്ങനെയായിരിക്കും നിർണയിക്കുന്നതിൽ ഇടപെടുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രക്രിയ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടലായിട്ടാണ് കേരളയിൽ വിരുദ്ധ സമരത്തിന്റെ ഒരു രാഷ്ട്രീയത്തിനെ നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും കേരളത്തിന്റെ ഭാഗമായിട്ട് ഭൂമി നഷ്ടപ്പെടുന്നവരും അതുമായിട്ട് നേരിട്ട് അനുഭവപ്പെടുന്നവരായിട്ടുള്ള ആൾക്കാർ സമരരംഗത്തുണ്ട്. അത് ഈ സമരത്തിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു ഘടകം. ആ സമരം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഏറ്റവും ആദ്യം മുൻപന്തിയിലേക്ക് കയറിയത്. പക്ഷെ ആ സമരത്തിനെ എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതിന്റെ ഒരു പലതരത്തിൽപ്പെട്ട ഗവേഷണങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം വില തരാം എന്നുള്ള ഒന്നാമത്തെ ഓഫർ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നു. പലപ്പോഴും പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വില കിട്ടുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും അത്യാവശ്യം ജീവിത ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലം വിട്ടൊഴിയുന്നതിന് ആൾക്കാർക്ക് വിരോധമില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന തരത്തിൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് കുടിയിറക്കപ്പെടുന്നവരുടെ എതിർപ്പുകളെ പരമാവധി പരിമിതപ്പെടുത്തി പൊതുസമൂഹത്തിലെ എതിർപ്പുകളെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ ഈ പറയുന്നത്. സ്ഥലം നഷ്ടപ്പെടുന്നവരും സർക്കാരും തമ്മിൽ, സ്ഥലം ഏറ്റെടുക്കുന്ന സർക്കാരും അല്ലെങ്കിൽ വികസനക്കാരും തമ്മിലുള്ള ഒരു സംഘർഷമായി ചുരുക്കി അവസാനിപ്പിക്കുക. അത് വളരെ എളുപ്പമാണ്. കാരണം അത് ഈ പറയുന്ന ബാധിക്കപ്പെടുന്ന ഏതാനും ആയിരങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അവരുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു, അതോടെ ഈ പ്രശ്നം ഈ സമരം അവസാനിച്ചിരിക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു പ്രക്രിയയാണ്. അത്ര എളുപ്പമാണോ ഈ വിഷയം? സമരം ഈ സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് വലിയ വില കൊടുത്ത് ഈ പണം കൊടുക്കാൻ തയ്യാറായിട്ടാണെങ്കിലും സ്ഥലം ഏറ്റെടുത്താലും ഇത്തരമൊരു പദ്ധതി കേരളത്തിന് ഏത് തരത്തിൽ ആവശ്യമാണ്, എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത്, നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ള വിഷയം അതിനേക്കാളും ഗൗരവതരമായിട്ട് നിലനിൽക്കുക. കൊച്ചി മെട്രോ പോലെ അനിവാര്യമാണെന്ന് എല്ലാവരും കണ്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ശ്രമിച്ചൊരു പദ്ധതി നടപ്പിലായിട്ട് പ്രതിവർഷം 300 കോടി രൂപ സർക്കാർ ഖജനാവിൽ അങ്ങോട്ട് ചെലവഴിക്കുകയാണ്. ഇത്രയധികം പോപ്പുലേഷനുള്ള ഇത്രയധികം ട്രാഫിക് നിയന്ത്രിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർവഹിക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് വേണ്ടി പ്രതിവർഷം 300 കോടി രൂപ നീക്കി വെക്കേണ്ടി വരുന്നുണ്ട്. ഈ സർക്കാരാണ് ആ പ്രശ്നം KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വർഷം 10,000 കോടി രൂപയുടെ ബാധ്യത ഏറ്റെടുക്കുന്ന ഒരു സർക്കാരാണ്. ഇതൊക്കെ ഇത്തരത്തിൽപ്പെട്ട വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഗ്രാമതലത്തിലെ സാധാരണ തലത്തിൽപ്പെട്ട ആളുകളുടെ ആവശ്യം നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള KSRTC പോലെ സംവിധാനം അത് ഫലപ്രദമായിട്ട് നിർവഹിക്കാൻ കഴിയുന്നില്ല. മാറി പതിറ്റാണ്ടുകളായിട്ട് മാറി വരുന്ന സർക്കാരുകൾക്ക് നിർവഹിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. അപ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾ 4000 പേർക്ക് യാത്രാ സൗകര്യം ഒരുക്കാൻ വേണ്ടി 1 ലക്ഷം കോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. 4000 പേരുണ്ടോ നമുക്കറിയാം. അതിന്റെ കണക്കുകളെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഞാൻ ഏർപ്പെടുന്നില്ല. ഈ പറയുന്ന നമുക്കറിയാം, തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ വരെ ഏകദേശം വടക്കിഴക്കോട്ട് സഞ്ചരിച്ച് ഷൊർണൂരിൽ നിന്ന് കുത്തനെ തിരൂര് വരെ പടിഞ്ഞാട്ട് ഭാരതപ്പടിവാരത്തിൽ കൂടെ കുത്തനെയാണ്. ഈ ദൂരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഗുരുവായൂരിന്ന് തിരുനാവായ വരെ ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10-20 കിലോമീറ്റർ താഴെ റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ 50 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ സർക്കാരുകൾ. 50 വർഷമായി. എത്ര തവണ ശക്തിയുള്ള ഒരു ഗവൺമെന്റിന് എല്ലാ സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങളുടെ 1 മണിക്കൂർ ലാഭിക്കാൻ ഈ 20 കിലോമീറ്റർ സ്ഥലം എടുത്താണ്. ഇതുവരെ ഏതെങ്കിലും ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്? ഒരു ഗവൺമെന്റ് തയ്യാറായിട്ടില്ല.
ഇപ്പോ സ്ഥലമെടുക്കാൻ വേണ്ടി കല്ലിട്ട് തുടങ്ങുന്ന ഗവൺമെന്റിന് ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി നടപടിയെടുക്കാൻ പറ്റും? ഇവിടെ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥ ജനങ്ങളുടെ ജീവിതാവശ്യങ്ങളും അവരുടെ യാത്രാ സൗകര്യങ്ങളുമാണോ സർക്കാരിന്റെ ലക്ഷ്യം? ദേശീയവാദം വികസിപ്പിക്കുന്ന സമയത്ത് ആ പ്രശ്നം ചോദ്യം ചോദിച്ചു. അടിസ്ഥാന സൗകര്യ വികസനവും സംവിധാനങ്ങളുടെ വികസനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിർവഹിക്കാതെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവില്ല എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ ഈ രാജ്യത്ത് സാധാരണ മനുഷ്യന്റെ ജീവിതാവശ്യങ്ങളും ചരക്ക് നീക്കത്തിന്റെ ആവശ്യങ്ങളും നിർവഹിക്കുന്നതിനുള്ള താല്പര്യമാണ് ഈ സർക്കാർ സംവിധാനത്തിലുള്ളത്. അവിടെയാണ് വിഷയം. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഏറ്റവും ഏറെ വാഹനങ്ങൾ തിരക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള മണ്ണുത്തി വാളയാർ റോഡിന്റെ കരാർ കൊടുത്ത് 11 വർഷമായിട്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഗതികേട് ഈ കേരളത്തിൽ ഉണ്ടാവില്ലേ? അയ്യോ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. കേരളത്തിന്റെ നാടിഞരമ്പുകളിലേക്ക് സഞ്ചരിക്കുന്നത് വാളയാറിൽ നിന്ന് മണ്ണുത്തി എത്തിയിട്ട് സഞ്ചരിക്കുന്ന റോഡുകളിലൂടെ. ആ റോഡിന് കരാർ കൊടുത്തിട്ട് 11 വർഷം. ഞാൻ വിചാരിക്കുന്നത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് 40 വർഷം മുമ്പ് അന്നും ഏറ്റവും മോശപ്പെട്ട റോഡും ഏറ്റവും പ്രധാനപ്പെട്ട റോഡും ഈ റോഡ് തന്നെ. ഇത്രയും കാലം കൊണ്ട് ഈ കാര്യം നിർവഹിക്കപ്പെട്ടില്ല. അവസാനം 60 പേര് സ്ഥലം എടുക്കേണ്ട നേരം വന്നപ്പോൾ പുറപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അവസാനിച്ചു അല്ലേ? 11 വർഷം കൊണ്ട് പൂർത്തിയാക്കിയിട്ടില്ല ഒരു റോഡ്. അതിന്റെ കഥകൾ ഓരോന്നും ഞാൻ പറഞ്ഞില്ല. എന്നുവെച്ചാൽ അടിസ്ഥാനപരമായി മനുഷ്യന്റെ യാത്രാ സംവിധാനത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനെ സുരക്ഷിതമായി മെച്ചപ്പെടുത്തി നയിക്കുക എന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിൽ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് വൻതോതിൽ വികസനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ മറ്റൊരു തരത്തിൽപ്പെട്ട ഒരു എന്താ പറയാ കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളുടെ ഒരു ഉടമ്പടി ഉണ്ടാക്കി അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യപത്രമാണ്. അങ്ങനെയാണ്, അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന സാക്ഷ്യപത്രമാണ്. ഈ ഗവൺമെന്റ് അഭിസംബോധന ചെയ്യേണ്ടത് ഈ രാജ്യത്ത് വരുന്ന 3.25 കോടി മനുഷ്യരുടെ യാത്രാ സംവിധാനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് യാത്ര? നിങ്ങൾ 1 ലക്ഷം കോടി കൊടുക്കാനിറങ്ങും അല്ലെ? നമ്മുടെ നിരവധി തലമുറകളുടെ മേൽ ഒരു ഭാരം അടിച്ചേൽപ്പിക്കുന്നു. ഇത്രയും വലിയൊരു ഭാരം, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടബാധ്യതയിൽ നിൽക്കുകയാണ്. പലപ്പോഴും ശമ്പളം കൊടുക്കാൻ പണമില്ല. അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്ക് 1.25 കോടി രൂപ ലക്ഷം കോടി രൂപ ചെലവഴിച്ച് വൻ പദ്ധതി ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചതിന് വിരോധമില്ല അല്ലെ? അങ്ങനെ പറയാനുള്ള അഹങ്കാരം ഇവർക്ക് ഉണ്ടാവുന്നവരാണ്. ഈ 3.25 കോടി മനുഷ്യരുടെ, ഞങ്ങളുടെ സാധാരണ മനുഷ്യരുടെ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാൻ, അവരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് സംവിധാനം എവിടെ എന്നുള്ള ചോദ്യം മറുവശത്ത് നിന്ന് ഉയർത്തിക്കൊണ്ട് ഈ പറയുന്ന 1.25 ലക്ഷം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 4000 പേർക്ക് യാത്രാ സൗകര്യം, അതിമനോഹരമായ യാത്രാ സൗകര്യം ഉണ്ടാക്കുമെന്ന് പറയുന്ന വ്യാജമായിട്ടുള്ള വികസനത്തിന്റെ സങ്കല്പത്തിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു വ്യാജ നിർമ്മിതിയാണ്. ആ വ്യാജ നിർമ്മിതിയുടെ തലക്കടി കൊടുക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ ഈ സമൂഹത്തിനുണ്ടാവണം. അത് ഈ സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകളുടെ മാത്രം വിഷയമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിഷയമാണ്. എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന വിഷയമാണ്. 1.25 ലക്ഷം കോടി എടുത്തിട്ട് ഇനി ഈ പറയുന്ന റെയിൽവേ നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്ന ഓരോ വർഷവും വരുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ എന്താ പറയാ ഈ ഇതിന്റെ സാങ്കേതികമായിട്ട് ഇത് ഫീസിബിൾ അല്ലാത്തതിന്റെ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയാത്ത ഒരു കർഷണം അല്ലെ? ഇവിടെ ഞങ്ങൾ ഒരു കർഷണം ഉണ്ടാക്കിയിട്ടാണ്. അങ്ങനെ ഉണ്ടാക്കിയിടുന്നതിന്റെ സ്റ്റാൻഡേർഡ് ലൈൻ എന്ന് പറയുന്ന ഒരു തരത്തിലും ഫീസിബിൾ അല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉപേക്ഷിച്ച് കഴിഞ്ഞ ഒരു ടെക്നോളജിയും അതിന്റെ സംവിധാനങ്ങളും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന്റെ അവരുടെ ടെക്നോളജിയും അവരുടെ സംഗതികളും ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനുപോലും ഇത് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ എന്താ പറയാ ബാങ്കുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്നവരെയാണ്. വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്നത് വിദ്യാർത്ഥികളെ സഹായിക്കാനെന്ന സർക്കാരും ബാങ്കുകാരും പറയുന്നത് അല്ല, സ്വാശ്രയ കോളേജിനെ സഹായിക്കാനല്ല. കാരണം ഈ പറയുന്ന വിദ്യാഭ്യാസ വായ്പ നിർത്തിയ പിറ്റേ ദിവസം കൂട്ടും സ്വാശ്രയ കോളേജിൽ പാവപ്പെട്ട ആൾക്കാർ പണിയെടുത്തുണ്ടാക്കുന്ന പണം മുഴുവൻ പരസ്യം മുതലായിട്ട് അവരുടെ കയ്യിൽ പോകും.
അപ്പൊ രാജ്യത്ത് വിദ്യാഭ്യാസ വായ്പ നിർത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ ശ്വാസകോളയിൽ ഭൂരിപക്ഷം കൂട്ടി പോകും. കാരണം എന്താ, സാധാരണക്കാരനാണല്ലോ മറ്റേ അദാനിക്കും അംബാനിക്കും വേണ്ടി എഞ്ചിനീയർ ഉണ്ടാക്കുന്ന ചെലവഴിക്കുന്നത് നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളിയാണ്. ദിവസം രാവിലെ മറ്റേ 6 മണി തൊട്ട് 7 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ കൈക്കോട്ടുകൾ വെച്ചുണ്ടാക്കുന്ന കാശിൽ നിന്ന് മിച്ചം വെച്ച് പിടിച്ചിട്ട് വേണം മകൻ എഞ്ചിനീയർ ആക്കാൻ. അവരെ പണിയെടുക്കേണ്ടത്, അവൻ സേവനം ചെയ്യേണ്ടത് അംബാനിക്ക് മറ്റേ അദാനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ റിലയൻസിനും അദാനി ഗ്രൂപ്പിനും ഒക്കെ തന്നെ വേണ്ടി എഞ്ചിനീയർമാരെ ഉണ്ടാക്കാൻ വേണ്ടി കർഷക തൊഴിലാളി പണി ചെയ്യേണ്ടി വരുന്ന കാലത്താണ് അവന് വേണ്ടിയിട്ടാണ് ഈ വായ്പ കൊടുക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ജാപ്പാനിന് വായ്പ വരുന്നത് അവന്റെ ടെക്നോളജി ലാഭകരമായിട്ട് ഇവിടെ വിറ്റഴിക്കാനും, അത് കഴിഞ്ഞ് ഈ പറയുന്ന പണത്തിന് ഒന്ന് മൂല്യശോഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മറ്റേ വിഹിതം ലാഭവിഹിതം ഉണ്ടാക്കാനും പലിശ ഇനത്തിലുള്ള ലാഭവിഹിതം ഉണ്ടാക്കാനും വേണ്ടിയാണ് അവർ ഈ പണം മുടക്കുന്നത്. അവരുടെ ടെക്നോളജി വേണമല്ലോ, അവരുടെ മറ്റേ പണമാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യം വരികയാണ്. ഇതിനെതിരായിട്ടുള്ള ഈ കാര്യം ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരോട് സംസാരിക്കാനുള്ള ചുമതല ആരേറ്റെടുക്കും? രാജ്യത്ത് സാധാരണ മനുഷ്യരോട് കാര്യം സംസാരിക്കുന്നവരാ. അങ്ങനെ ഒരു ചുമതല ഏറ്റെടുക്കാൻ ഈ രാജ്യത്ത് സ്ഥലം നഷ്ടപ്പെടുന്നവരും അതിന് ബാധിക്കപ്പെടുന്നവരും മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് യാത്രാ സൗകര്യവും യാത്രാ സംവിധാനങ്ങളും ഉണ്ടാക്കേണ്ടത് ആർക്കു വേണ്ടിയാണ്? ഒരു പിടി ആളുകൾക്ക് 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാനുള്ള സാധാരണ മനുഷ്യർക്ക് ഉടനീളം ആവശ്യമായ യാത്രാ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്ന നിലപാട് സംസാരിക്കാൻ, സാമൂഹ്യ പുരോഗതി അടയാളങ്ങൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിർമ്മിതികളല്ല, സാധാരണ മനുഷ്യന്റെ ജീവിതമാണ് എന്ന് തിരിച്ചു പറയാൻ, വികസനത്തിനെ കുറിച്ച് സാമൂഹ്യ പുരോഗതിയെ കുറിച്ചുള്ള അജണ്ടകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം ഈ രാജ്യത്തെ സാധാരണ മനുഷ്യന് വേണ്ടിയല്ല, ഒരു പറ്റം മൂലധനത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അവരോട് ഉറച്ചു നിന്ന് പറയാനും ചെറുത്ത് നിൽക്കാനും വേണ്ടി കഴിയുന്ന പുതിയ സമരമുഖം തുറക്കേണ്ടതുണ്ട്. ആ സമരമുഖം രൂപപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു മറ്റേ സേവ് കേരള മറ്റേ സമിതി ഇത്തരത്തിൽപ്പെട്ട ഒരു കേരള വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം മാത്രമല്ല, ഈ പറയുന്ന ഒരു സിൽവർ ലൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന അത്തരം ഒരു പദ്ധതിക്കെതിരായിട്ട് രാഷ്ട്രീയ സമരത്തിന് മുന്നോട്ട് നയിക്കാൻ എല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. എൻ്റെ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കാം. നിങ്ങളെല്ലാവർക്കും വേണ്ടി നമ്മുടെ ഒരുപക്ഷെ ഈ ഇന്ത്യയിലുടനീളം രാഷ്ട്രീയ സമരങ്ങളിൽ അല്ലെ ഈ ജനകീയ സമരങ്ങളിലെ ഏറ്റവും മറ്റേ എന്താ പറയുക പ്രസന്ന മുഖമായിട്ടുള്ള ഈ സമരങ്ങളിലുടനീളം മറ്റേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാണ്. So, Advocate Prashant Bhushan will deliver the inaugural address now. Good afternoon, friends. It's always a pleasure to be here in Kerala, and especially to this beautiful, historic, literary, cultural city of Trichur. Will somebody translate what I am saying, or not necessary? Not necessary. It's okay. Okay. I am sorry that I can't speak in Malayalam, but therefore I'll have to speak in English. So, this Silver Line project, as you all know, this is a new high-speed rail link which is sought to be made from north to south Kerala. It will be a standalone, separate new line. It will be on standard gauge on which trains are expected to run at a maximum speed of 200 kilometers per hour. That's the maximum speed. Most of the terrain of Kerala is hilly. There are lots of forests. Kerala is also densely populated. Therefore, the rail line
will pass through a lot of hilly terrain, lot of forests. There will be many tunnels, there will be many bridges that will have to be made for this line, which will need to be largely almost a straight line. And we also know that Kerala is ecologically very sensitive. It is a very high rainfall area, and recently, because of climate change, there have been many incidents of very heavy floods leading to loss of life, loss of property, destruction of roads, etc. Therefore, when you make a new railway line which cuts through the hills, forests, making tunnels and bridges, etc., it is going to lead to great environmental damage of the area where this line is going to be made. It's the kind of damage that we are already seeing in the state of Uttarakhand, where they are widening what is called the Char Dham highway, the highway which takes you to Badrinath, Kedarnath, Yamunotri, Gangotri, which has led to great environmental havoc, great environmental damage in those parts of Uttarakhand where this road is being made. It's a similar hilly, fragile terrain, and you'll have to cut through that. So this is one problem. Then, because Kerala is so densely populated, this line will require the acquisition of a substantial amount of land, both agricultural land, forest land, as well as urban land, and it will require the demolition of a very large number of houses. A very large number of people are expected to be displaced in the construction of this line. On top of that, you have the financial burden. The line is expected to cost over 1 lakh crores. 1 lakh crores is a lot of money for any state, including the state of Kerala. The government says that we will take a soft loan from Japan. Japan is giving us a soft loan which will be virtually interest free. But one must remember that even if it is interest free, the loan is in Japanese yen, not in Indian rupees, and it will have to be repaid in Japanese yen. And the Japanese yen appreciates against the Indian rupee by at least 5-6% every year, because there is no inflation in Japan and there is 5 to 6% inflation in India. That is why you will have to pay at least 5 to 6,000 crores a year by way of interest, apart from returning that loan. The projections, you see, this project is totally financially unviable. There is no way that the Kerala Rail will be able to recover even half of the amount of interest that is going to be paid for this project. No way. The projections that have been made of the number of passengers who will travel every day on this K-Rail are absurd. There are experts like Mr. Alok Verma, who had done the pre-feasibility study for this project, who have pointed out that the projection that is being made of the number of people who will be traveling on this rail are absolutely absurd. There is no way that this many people will travel on this rail. And there is an alternative.
The alternative is very simple. Instead of making, last thing I forgot to mention, this is planned to be built on standard gauge. That's not the gauge which is used by the Indian Railways anywhere in the country. So it will be a standalone line. It cannot be integrated with the rest of the railways. It will require purchase of engines and wagons, etc., and bogies, which will be can be used only on this track, nowhere else. And there is an alternative. The alternative is that you upgrade your existing railway line which goes from north to south Kerala. If you upgrade that, see, this is going to cost you almost 200 crores per kilometer, this new K-Rail. If you upgrade your existing line today on the Kerala rail line, trains run at 100 kilometers an hour, maximum 100 kilometers an hour. You can upgrade that line and make the trains run at 150 kilometers an hour. This has been studied and the feasibility report has been prepared by Mr. Alok Verma, former Chief Engineer of Indian Railways, who is the expert, country's leading expert on high-speed railway lines as well as mountain railway lines. So, if you can upgrade, and the upgradation cost will be less than 1/10 per kilometer, less than 1/10 the cost of this new K-Rail line, which means that you can do the same upgradation to make trains run at 150 kilometers an hour by just 10,000 crores, spending 10,000 crores instead of 1 lakh crores on this new railway line. And the difference in time, even if you are traveling from, say, Calicut to Trivandrum, the difference in time taken in a train which travels at 200, maximum speed of 200 kilometers an hour and stops at about 6, 7, 8 railway stations on the way, versus a train which travels at 150 kilometers an hour and stops at those same 7, 8 stations, the difference will hardly be 1 hour. Hardly be 1 hour. You will hardly save 1 hour even from going to north to south Kerala if you travel on that 200 kilometers K-Rail versus 150 kilometers normal standard rail, upgraded rail. And on the existing railway line, the railway stations are in the middle of towns. In this new line, the K-Rail line, the stations are proposed to be built far away from the towns. And that, I suspect, is the main reason why the Kerala government is keen on pushing this K-Rail, because it doesn't make any sense. It doesn't make any environmental sense, social sense, financial sense. It makes no sense whatsoever. The only reason, it appears to me, the only reason why the Kerala government is so keen on pushing it is because the locations of the stations of K-Rail have already been announced in advance, or at least are known in advance. And there is a real estate mafia which is buying land around those proposed new railway stations, which will be far away from the existing towns. So for common people, the K-Rail will not be used, it will be useless. And if you want to recover that kind of money, the tickets will be so expensive. Even to travel from north to south Kerala, the ticket will be at least 5,000 rupees. Who is going to pay 5,000 rupees for traveling from north to south Kerala? You can then take a flight from Calicut to Trivandrum. That's even faster, cheaper. So therefore, it's totally unviable.
So, as I said, I can think of only two reasons why the government of Kerala is keen on pushing this K-Rail. One is the influence of the real estate mafia, and this has been known to happen. It's happening in this Ram Janmabhoomi. Some of you must have read that as soon as the Supreme Court judgment was about to come, giving this land to the Ram Janmabhoomi Trust for building this temple, all these civil servants, the commissioner, the MPs, the politicians, the civil servants who were influential at that time quickly purchased a lot of land around that. Because they knew that with the temple coming up, this land is going to become valuable and that they will make a huge profit by selling that land. And this is what is happening. The same thing is happening in this new or happened in this new capital of the state of Andhra Pradesh that is being made. What is that place called? Amaravati. Huh? Amaravati. Amravati. So this Chandrababu Naidu announced that he will, or before even he announced that there will be a capital, new capital of Andhra Pradesh in Amravati, all the people around him or close to him started purchasing land around that Amravati, and then that announcement was made. So this is a common practice which we have seen again and again and again. Whenever something very important and big is coming up somewhere, then the real estate mafia becomes active. They start purchasing land around that in order to. So this appears to be one reason why this is being done. The other reason that I can think of is that when you make a project which is going to cost 1 lakh crores, you will be giving contracts worth 1 lakh crores. And the contracts will be given to all kinds of private companies for constructing the railway line, constructing those tunnels, bridges, etc. And contracts to a foreign company, to the Japanese company, for purchasing the engines and the bogies, etc. And we all know that whenever large contracts are given, then there is scope for kickbacks. And that is often a great incentive for various governments to go in for these large projects, etc. So therefore, I am totally dismayed by the fact that this present government, which calls itself the people's government, or a government which is being run in public interest, is pushing such a project which will be totally ruinous for the state of Kerala. And I am glad that all over Kerala gradually now resistance against this project, resistance and opposition to this project is growing, and I hope that better sense will prevail in the light of this public opinion, in the light of this opposition, and the government will stop this project. So this is what I know about it, what I wanted to say. I also wanted to mention that Mr. Sridharan, who is also one of the experts, one of the leading experts in constructing hill railways, etc., he has also pointed out that this is an absolutely bad idea, this project, and he and Mr. Alok Verma have also pointed out that the surveys and the detailed project reports that have been prepared for this project have been done very, very shoddily. Virtually without conducting any proper surveys, you have made an alignment which is not the optimum. Even if you have to make a rail like this, you should do proper surveys and make an optimum alignment. But even that has not been done. So I wish the people of Kerala all strength and solidarity to stop this ruinous project. I know that Kerala and people of Kerala have great spirit
to resist ruinous development, environmentally ruinous, socially ruinous, etc. And they have been successful in stopping and even reversing many such decisions which have been taken by the governments and the authorities. And I hope and I expect that even this will be reversed with the might of people's power. Thank you very much. ബാബു ഒരു സമ്മറി അവതരിപ്പിക്കും. ബാബു ചെറിയ വളരെ ലഘുവായ ഒരു സമ്മറിയാണ് പറയുന്നത്. പ്രിയപ്പെട്ട കേരള സുഹൃത്തുക്കളെ, കേരളം പോലെ അങ്ങേയറ്റം അതിജനനിബിഡമായ ഒരു സംസ്ഥാനത്ത് ഇത്രയും ഭീകരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു പദ്ധതി നടപ്പാക്കുക എന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. ജനസംഖ്യയുടെ പ്രശ്നം മാത്രമല്ല, പാരിസ്ഥിതിക ദുർബലമായും ഏറ്റവും പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിലൂടെയും ഇത് കടന്നു പോകുന്നു എന്നത് അതിലേറെ ഗുരുതരമായ പ്രശ്നമാണ്. ഈ റെയിൽ തകർത്ത് മുന്നോട്ട് പോകുന്നത് ഉത്തരാഖണ്ഡിന് സമാനമായ ബദ്രീനാഥ്, ഗംഗോത്രി, ഉത്തരാഖണ്ഡിന് ഹൈവേക്ക് സമാനമായ ദുരന്തങ്ങളാണ് വിളിച്ചു വരുത്തുക. അതുകൊണ്ട് ഈ അതീവ ദുർബലമായ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനേക്കാൾ എല്ലാം അപ്പുറം ആയിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയിറക്കിക്കൊണ്ടല്ലാതെ ഹെക്ടർ കണക്കിന് കൃഷിസ്ഥലങ്ങളെയും മറ്റ് ജൈവ പ്രദേശങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടല്ലാതെ ഈ പദ്ധതി നടപ്പാക്കാനാവില്ല. ഇതിന്റെ സാമ്പത്തിക വശമാണ് മറ്റൊന്ന്. 1,00,000 കോടി രൂപ ചിലവഴിച്ച് ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അത് പലിശരഹിതമാണ് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ പണം ജപ്പാൻ കോർപ്പറേറ്റ് മൂലധന കമ്പനികൾ കൊടുക്കുന്നത് അവരുടെ യെൻ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 5 മുതൽ 6% വരെ പ്രതിവർഷം തിരിച്ചടയ്ക്കേണ്ടി വരും. 56,000 കോടി ഈ അർത്ഥത്തിൽ പലിശ കൊടുക്കേണ്ടി വരും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ അസാധ്യമായ പലിശയുടെ പലിശയും കൊടുക്കേണ്ട പകുതി പോലും ഈ പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൊത്തം പലിശയുടെ പകുതി പോലും, മൊത്തത്തിന്റെ അല്ല, പലിശയുടെ പകുതി പോലും തിരിച്ചാർജിച്ചെടുക്കാൻ കഴിയാത്ത ഈ പദ്ധതിയുടെ സാമ്പത്തിക ദുരന്തം നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. മറ്റൊന്ന്, ഇത് സ്റ്റാൻഡേർഡ് ഗേജിൽ പണിയുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നതാണ്. മറ്റ് റെയിൽ പദ്ധതികളുമായി, ഇന്ത്യയിലെ മറ്റെല്ലാ റെയിൽ പദ്ധതികളുമായി ഒരിക്കലും ഉദ്ഗ്രഥിക്കാൻ കഴിയാത്ത ഈ പദ്ധതി ഒരു ദുരന്തമായി, ഒറ്റ പദ്ധതിയായി നിലനിൽക്കേണ്ടി വരും. എന്നാൽ ഇതിന് ബദൽ മാർഗങ്ങളുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ടാണ് സർക്കാർ അത് ഉപയോഗപ്പെടുത്താത്തത്? അലോക് വർമ്മയെ പോലെയുള്ള മുൻ റെയിൽവേ ചീഫ് എഞ്ചിനീയർ കൃത്യമായ വെറും 10,000 കോടി രൂപയ്ക്ക് 1 കിലോമീറ്ററിൽ 1% മാത്രം ചെലവ്, അതായത് കേരളത്തിന്റെ 1% മാത്രം ചെലവിൽ, ഓരോ കിലോമീറ്ററിൽ 1% മാത്രം ചെലവിൽ ഇത് നിർമ്മിക്കുകയാണെങ്കിൽ പോലും വെറും 10,000 കോടിക്ക് സുഗമമായി 150 കിലോമീറ്റർ നമുക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 1 മണിക്കൂർ 150 കിലോമീറ്റർ കൊണ്ട് യാത്ര ചെയ്തെത്താവുന്നതാണ്. ഇത്തരത്തിൽ ഏറ്റവും ലളിതമായ സൗകര്യങ്ങൾ, ഏറ്റവും ലളിതമായ സാഹചര്യങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ലാതെ ഇത് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ യുക്തിഹീനമായ പദ്ധതിക്ക് സർക്കാർ രംഗത്ത് വരുന്നത് വെറുതെയല്ല, ഇവിടുത്തെ ഭൂമാഫിയകളെ സംരക്ഷിക്കാനാണ്. രാമക്ഷേത്രം പണിയാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കഥകളും രാമക്ഷേത്രം ഏറ്റെടുക്കുമ്പോഴും അതിന്റെ പുറകിൽ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളും രാഷ്ട്രീയ മേലാളന്മാരും മറ്റ് ഭരണകൂടങ്ങളും ചേർന്ന് അവിടെ ഭൂമി വാങ്ങിച്ചിടുകയും അതിന്റെ ലക്ഷ്യം തീർത്ഥാടന കേന്ദ്രമായി ഈ ഭൂമിക്കൊക്കെ ശതകോടി രൂപ വില വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത്തരത്തിലുള്ള സമാനമായ പണിയാണ് ഇവിടെ കേരള സർക്കാരും ചെയ്യുന്നത്.
ഇതുതന്നെയാണ് അമരാവതിയിൽ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതികൾ കൊണ്ടും ഇതേ ഭൂമാഫിയ സഹായിക്കുന്ന പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. അതിന് സമാനമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇതൊരു പൊതു പ്രശ്നമാണ്. മാഫിയകൾക്ക് വേണ്ടിയുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എല്ലാ സർക്കാരും നടത്തുന്ന ഒരു പൊതുപരിപാടിയായി ഇത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയെ നാം അറിഞ്ഞിട്ടുള്ളതാണ്. ആ ഇച്ഛാശക്തി ഉപയോഗിച്ച് സമരപ്രക്ഷോഭപരമായ വാർത്തകൾ ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയാണ്. ജനങ്ങളുടെ സമരോന്മുഖത്വവും ഇച്ഛാശക്തിയും ഉപയോഗിച്ച് ഗവൺമെന്റിനെ കൊണ്ട് ഈ പദ്ധതി നടപ്പിക്കാതിരിക്കാൻ മലയാളികൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അതിൽ വലിയ ആത്മസംതൃപ്തനാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. കൺവെൻഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളയിൽ വിരുദ്ധ ജനകീയ സന്ധിയുടെ ഉണ്ടായിട്ടുള്ള ജോൺ ജോസഫ് സംസാരം ബാബുരാജ് സംസാരം. വേദിയിലും സദസ്സിലുമായി തന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, കുറച്ച് സമയം മുമ്പ് നമ്മുടെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ജനാധിപത്യത്തിൻ്റെ മാർഗങ്ങളിലൂടെ ജനാധിപത്യപരമായ പരിഗണനകളില്ലാത്ത, ജനാധിപത്യത്തോട് പ്രതിബദ്ധതയില്ലാത്ത ഭരണാധിപന്മാർ അധികാരത്തിൽ വരുമ്പോൾ ജനകീയ താല്പര്യങ്ങളും ജനാഭിലാഷങ്ങളും അട്ടിമറിക്കപ്പെടുകയും വലിയ ദുരന്തങ്ങളിലേക്ക് സമൂഹത്തെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ അവസാനത്തിന് ഉദാഹരണമാണ് ഈ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി. 2019 ഏകദേശം ഒക്ടോബർ മാസത്തോടുകൂടി ഈ പദ്ധതിക്കെതിരായുള്ള സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് ഈ ഒരു പദ്ധതി എത്രമാത്രം അസംബദ്ധജടിലമാണ്. ഇത് പാരിസ്ഥിതികമായും സാമൂഹ്യമായും സാമ്പത്തികമായും വലിയ ദുരന്തങ്ങൾക്ക് മാത്രം കാരണമാവുന്ന ഒരു പദ്ധതിയാണെന്ന് കേരളത്തിലെ പൊതുസമൂഹമെമ്പാടും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷജനകമായൊരു കാര്യമാണ്. 2019 അവസാനം കളക്ടറേറ്റ് മാർച്ചുകൾ പോലെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ തീരെ അത്തരം വിഷയങ്ങളെ തമസ്കരിച്ചിരുന്ന മാധ്യമങ്ങളെമ്പാടും ഇന്ന് കേരളയിൽ സംബന്ധമായ വാർത്തകൾക്ക് വേണ്ടി മത്സരിക്കുകയാണ്. ഓരോ ദിവസവും ധാരാളം ആർട്ടിക്കിൾസ് വരുന്നു. ഈ വിഷയം സംബന്ധിച്ച് ധാരാളം ജ്ഞാനോൽപാദനം ഈ സമൂഹത്തിൽ നടത്തപ്പെടുന്നു. പലപ്പോഴും നമുക്ക് തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഉൾക്കാഴ്ചകൾ ലഭ്യമാകുന്ന രീതിയിൽ തന്നെ ഈ വിഷയത്തിന് മേലുള്ള വിശകലനങ്ങളെമ്പാടും നടക്കപ്പെടുന്നു. ഇത് കേരളത്തിലെ ഒരു ജനാധിപത്യ പൊതുസമൂഹം, ജനാധിപത്യത്തിലും ഭാവിയിലും വിശ്വസിക്കുന്ന ഒരു സമൂഹം ഈ വിഷയം വളരെ ഗൗരവതരമായി പരിഗണിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത്. നമുക്കറിയാം, കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഏറ്റവും ഏക ധനച്ചെലവ് വരുന്ന, പ്രകൃതി വിഭവങ്ങൾ ഏറ്റവും അധികം ദുർവ്യയം ചെയ്യേണ്ടി വരുന്ന, വലിയ മാനവിക ദുരന്തങ്ങൾക്ക് കാരണമായി തീരാനിടയുള്ള ഒരു പദ്ധതിയാണിത്. എന്നാൽ ഇത്തരൊരു പദ്ധതി എന്തെങ്കിലും ആവശ്യങ്ങൾ സെർവ് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും പൊതുഗതാഗത ആവശ്യങ്ങൾ ഇത് നിർവഹിക്കുന്നുണ്ടോ എന്ന് മുൻകൂട്ടി പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രം നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു പദ്ധതി അങ്ങനെയല്ല നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ധാരാളം തെളിവുകൾ ലഭ്യമാണ്. ആദ്യമായി തീരുമാനിക്കുന്നു, ഇത്ര ഇറക്കുമതി ചെയ്ത കമ്പോണൻസും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് വിദേശ കടത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് ഒരു വലിയ പദ്ധതി നടപ്പാക്കണം. അതിനുശേഷം അത് ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ന്യായീകരണത്തിനുള്ള മാർഗങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇനി യാതൊരു വിധത്തിലും ന്യായീകരിക്കപ്പെടാത്ത ഈ പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷം 2018 മുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലുകൾക്ക് ശേഷം പാരിസ്ഥിതികമായ വളരെ സമ്പന്നതയുള്ള, വളരെയേറെ പാരിസ്ഥിതിക സേവനങ്ങൾ ലോകത്തിന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളം എന്ന ഭൂവിഭാഗത്തെ അതേപോലെ തന്നെ അതീവ ദുർബലത ഉൾക്കൊള്ളുന്ന ഒരു ഭൂവിഭാഗത്തെ എപ്രകാരം തകർത്ത് തരിപ്പണമാക്കാനാകുമോ, അത്രയേറെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് ഈ പദ്ധതി കാരണമാകും എന്ന് ഉറപ്പുവരുത്താൻ ഇവർ വേഗമായി അതീവ ദ്രുതഗതിയിൽ തട്ടിക്കൂട്ടിയ ഒരു റാപ്പിഡ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ട് മാത്രം നമ്മൾക്ക് പരിശോധിച്ചാൽ മതി.
165ഓളം ഹൈഡ്രോളജിക്കൽ സെൻസിറ്റീവായ സോണുകളിലൂടെ കടന്നു പോകുന്ന ഈ റെയിൽവേ ലൈൻ ആ പ്രദേശങ്ങളിലെ ജലനിർഗമനത്തെ എപ്രകാരം ബാധിക്കുമെന്ന് വളരെ വ്യക്തമായിരുന്നിട്ടും അത് മറികടക്കാൻ വേണ്ടിയുള്ള യാതൊരു നിർദ്ദേശങ്ങളും മുമ്പോട്ട് വയ്ക്കാതെയാണ് ഈ പദ്ധതിക്ക് വേണ്ടി അനുമതിക്ക് വേണ്ടി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ സമീപിക്കുന്നത്. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് പാരിസ്ഥിതികമായി സൃഷ്ടിക്കാനിടയുള്ള വലിയ ദുരന്തങ്ങളെ വിസ്മരിക്കുന്നു. ഇത് സൃഷ്ടിക്കുന്ന മാനവിക ദുരന്തങ്ങളെ കുറിച്ച് 20,000-ങ്ങളോളം കുടുംബങ്ങളെ കുടിയിറക്കുക വഴി സൃഷ്ടിക്കപ്പെടുന്ന മാനവിക ദുരന്തങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു. അതിനുവേണ്ടി വരുന്ന പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് നിശബ്ദത പാലിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറ്റകരമായ കൃത്യങ്ങളാണ് ഈ പദ്ധതി മുമ്പോട്ട് വയ്ക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട പ്രശാന്ത് ഭൂഷൺ തന്നെ സൂചിപ്പിച്ചു. അതായത് പരിമിതമായ ചെലവ് കൊണ്ട്, വളരെ ചെറിയ ചെലവുകൾ ചെയ്തുകൊണ്ട്, നിലവിലുള്ള സിഗ്നലിംഗ് സംവിധാനം നവീകരിച്ചുകൊണ്ട് ആവശ്യമായ സ്ട്രെങ്തനിങ് ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ 160 കിലോമീറ്റർ വേഗത്തിൽ 2025 ഡബിൾ ലൈൻ ലഭ്യമായ എല്ലാ പ്രദേശങ്ങളിലും ഇന്ത്യൻ റെയിൽവേ സർവീസ് നടത്താൻ കഴിയും. അങ്ങനെ സർവീസ് നടത്താനുള്ള പദ്ധതികളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് കേവലം 135 കിലോമീറ്റർ മാത്രം വേഗത കൈവരിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി നീതി ആയോഗ് പറഞ്ഞ അവസാനമായി റെയിൽവേ മന്ത്രാലയം സൂചിപ്പിച്ച 2,10,000 കോടി ഉറുപ്പിക ചെലവ് വരും എന്നാണ്. അത്രമാത്രം വലിയ കടബാധ്യതയിലേക്കാണ് തള്ളിയിടുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം 2018 ഈ പ്രോജക്ട് റിപ്പോർട്ട് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ്, പ്രൈമറി ഫീസിബിലിറ്റി റിപ്പോർട്ട് പൂർത്തിയാക്കിയപ്പോൾ 64,000 കോടി എന്ന് പറഞ്ഞിരുന്നത്. നീതി ആയോഗ് പറഞ്ഞത് 1,25,000 കോടി. അത് ഈ കാലത്തിനകം 60% നിർമ്മാണ സാമഗ്രികളുടെ വിലയിൽ വന്ന വർധനവ് കൊണ്ട് തന്നെ ഇത് ഓരോ ദിവസം മുമ്പോട്ട് പോകുമ്പോഴും ഇതിന്റെ ചെലവ് അതിഭീതിജനകമായി വർദ്ധിക്കുകയും അതിനാനുപാതികമായിട്ട് തന്നെ യാത്രാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവസാനം വളരെ അതീവ ചെറിയ ഒരു ന്യൂനപക്ഷത്തിന് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിന്റെ യാത്രാ ചെലവ് വർദ്ധിക്കുകയും ഇതൊരു ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ചെലവിൽ വളരെ ചെറിയ ഒരു വിഭാഗങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയായി മാറുകയും ചെയ്യും. പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ മുൻഗണന എന്താണ്, നമ്മുടെ പ്രയോറിറ്റി വിഷയം എന്താണ്? പൊതുഗതാഗത സംവിധാനമാണെങ്കിൽ ഇതാണോ ചെയ്യേണ്ടത്? ചരിത്രപരമായിട്ട് വികസിച്ചു വന്നിട്ടുള്ള മുഴുവൻ ഇടവഴികളും നമ്മുടെ നാട്ടുവഴികളും സ്റ്റേറ്റ് ഹൈവേകൾ അടക്കമുള്ളവ മുറിച്ച് കടന്നു പോകുന്ന ഈ ഒരു പദ്ധതി എത്ര മാത്രം പൊതുസമൂഹത്തിലെ ഏതൊക്കെ വിഭാഗങ്ങളുടെ യാത്രാവശ്യങ്ങളെ നിർവഹിക്കുമെന്നുള്ളത് പരിശോധിച്ചു കഴിയുമ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ബഹുഭൂരിപക്ഷത്തിന്റെയും ഗതാഗത ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഈ പദ്ധതി നടപ്പായാൽ പോലും ഇത് പര്യാപ്തമാവില്ല. മറിച്ച് ഇതുകൊണ്ടുള്ള നിലവിൽ കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനവധി പാരിസ്ഥിതിക സേവനങ്ങളും ഗതാഗത സൗകര്യങ്ങളും ഇതുമൂലം തടയപ്പെടുന്നു. ഒപ്പം ഇത് കടബാധ്യതയിലേക്ക് കേരളത്തെ മുഴുവൻ എറിഞ്ഞു കളയുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ കോടതിയിൽ നിലവിലുള്ള നിർദ്ദേശങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായ രീതിയിലുള്ള അതിശക്തമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും കേരയിൽ എന്ന മാർക്ക് ചെയ്തിട്ടുള്ള സ്റ്റോണുകൾ, കല്ലുകൾ സ്ഥാപിക്കാൻ വലിയ സംഘർഷങ്ങളിലൂടെ മാത്രമാണ്, ബലപ്രയോഗത്തിലൂടെ മാത്രമാണ് ഒരു സ്ഥലം എവിടെയെങ്കിലുമൊക്കെ സ്ഥാപിക്കാനായിട്ടുള്ളെങ്കിൽ തന്നെ സ്ഥാപിക്കാനായിട്ടുള്ളത്. അതിലൂടെ അവർ തരുന്നൊരു സന്ദേശമുണ്ട്. സംസ്ഥാന സർക്കാർ ഇത് ചെയ്യുന്ന ഒരു സന്ദേശം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ കല്ലിട്ട് തിരിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്ക് കല്ലിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ലൈൻ കടന്നു പോകുന്ന ഭൂവിഭാഗം തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് എന്താണ് ഇതിൽ താല്പര്യമെന്നാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു, ഇത് കേരളത്തിന്റെ മുഴുവൻ വിഷയമാണ്, അല്ലാതെ ചോദിക്കാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിന് കേവലം ഭൂമി നഷ്ടപ്പെട്ടു പോകുന്നവർ മാത്രം ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കട്ടെ, ഇതിന് പുറത്തു നിൽക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യം എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. പക്ഷെ ഇത് അനുവദിച്ചു കൊടുക്കുന്ന ഒരു പൊതുസമൂഹമല്ല കേരളത്തില്. എനിക്ക് മുമ്പ് ധാരാളം പേര് പറഞ്ഞു കഴിഞ്ഞു, ഇത് കേരളത്തിലെ യഥാർത്ഥത്തില് ഈ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമം കേരളത്തിലെ സി പി എമ്മിന്റെ നന്ദിഗ്രഹമായി മാറും ഈ ശ്രമം എന്ന് പലരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമുക്ക് വ്യക്തമായി അറിയാം, അതായത് 1979 വെസ്റ്റ് ബംഗാളിൽ മരീചാപ്പയിൽ നടത്തിയ മസാക്കർ, 10,000-ഓളം ദളിതുകളെ ആദിവാസികളെയും ഉൾക്കൊള്ളുന്ന സുന്ദർബൻ ദ്വീപിൽ ജീവിച്ചിരുന്നവരെ ഇടമേൽ CPM ഭരണകൂടം അടിച്ചേൽപ്പിച്ച നിർദ്ദയമായ വംശഹത്യ ബംഗാളിലെ സമൂഹം അതിന്റെ മനസാക്ഷിയിൽ മുറിവേൽക്കാതെ അത് മറന്നു കളഞ്ഞു. പക്ഷെ കേരളം പോലെ ഒരു സമൂഹത്തില്, കേരളത്തിലെ ബംഗാളിലെ പോലെ ഒരു ഭദ്രലോകിൽ നിന്ന് വികസിച്ചു വന്ന ഒരു സമൂഹമല്ല, ഒരു ഭദ്രലോകിൽ നിന്ന് വികസിച്ചു വന്ന ആധുനിക സമൂഹമല്ല, മറിച്ച്
വസ്ത്രം ധരിക്കാനും സഞ്ചരിക്കാനും വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുമുള്ള അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി വലിയ സമരങ്ങളിലൂടെ കടന്നു വന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നന്ദിഗ്രാം സൃഷ്ടിച്ചുകൊണ്ട്, നന്ദിഗ്രാമിന് സമാനമായ ഇടപെടലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരം പദ്ധതി കൊണ്ടുവരാമെന്നുള്ള പ്രത്യാശ ഇടതുപക്ഷ ഗവൺമെന്റിന് ഭൂഷണമല്ല. അത് കേരളീയ സമൂഹം അനുവദിച്ചു കൊടുക്കുമെന്ന് നമുക്ക് കരുതാനുമാവില്ല. വ്യക്തമായി കഴിഞ്ഞ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ഇത് നടപ്പാകില്ല. കേരളത്തെ സംരക്ഷിക്കാനായിട്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും പ്രതിജ്ഞാബദ്ധരാണ്. ഇത്തരം ഒരു നശീകരണ പദ്ധതിക്ക് വേണ്ടി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് ലോണുകൾ കൊടുക്കാൻ വേണ്ടിയുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ടെക്നോളജിയും അത് ഇറക്കുമതി ചെയ്ത് അതിന്റെ ടെക്നോളജി ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാതെ കാലാകാലമായിട്ട് റിപ്പയറിനും മെയിൻ്റെനൻസിനും വേണ്ടി വീണ്ടും ജപ്പാനിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഇത്തരം മണ്ടൻ പദ്ധതികൾ ഒരു കാരണവശാലും കേരളീയ സമൂഹം അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിലെ സമൂഹം ഒന്നടങ്കം, അതായത് ഭൂമി നഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ നേരിട്ട് ഇതിന്റെ ഇരകളായി മാറുന്നവരോ അല്ല, മറിച്ച് കേരളം മുഴുവൻ ഈ പദ്ധതിയുടെ കരുനിഴലിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹവും രംഗത്ത് വരും, ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ കൺവെൻഷൻ്റെ അധ്യക്ഷൻ എന്നുള്ള എനിക്കൊരു സ്വാതന്ത്ര്യം എടുക്കുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ ഈ കൺവെൻഷൻ്റെ നടപടികൾ അവസാനിപ്പിക്കണം എന്ന രീതിയിലാണ് ഈ കാര്യം ആലോചിക്കുന്നത്. അതിൻ്റെ നിയന്ത്രണത്തോട് കൂടി ഞങ്ങളെല്ലാവരും സംസാരിക്കാൻ വേണ്ടി തയ്യാറാവും എന്നുള്ള കാര്യം മറ്റേ സദസ്സിനെ അറിയിക്കുകയാണ്. 1. 2, അതുവരെയുള്ള സമയത്ത് ഇത് സദസ്സിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ക്ഷമയോടെ ഇരിക്കണം എന്നൊരു അഭ്യർത്ഥന നടത്തുകയാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം കൺവെൻഷനുകൾ കുറച്ച് സമയങ്ങൾ നീണ്ടുപോയാൽ എല്ലാവരും പിരിഞ്ഞു പോയ ഒരു വേദിയിലായിരിക്കും എന്ന രീതിയിൽ ഉണ്ടാവരുത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റേ പ്രധാനപ്പെട്ട ആൾക്കാർ കൂടിയാലോചനയ്ക്ക് വേണ്ടി ഇരിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി പക്ഷേ ഇങ്ങനെ ഒരു കൺവെൻഷൻ മറ്റേ വിളിച്ചു ചേർക്കുന്നതിന് മുൻകൈ എടുത്ത സേവ്സ് കേരള സമിതിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തിനെ ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ശ്രീ പ്രശാന്ത് ഭൂഷൺ, സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരായ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, സിൽവർ ലൈൻ പ്രോജക്റ്റിൻ്റെ ഗുണദോഷങ്ങളെ സംബന്ധിച്ച് ശ്രീ പ്രശാന്ത് ഭൂഷൺ വളരെ വിശദമായി സംസാരിച്ചു. ശ്രീ ബാബുരാജും വളരെ വിശദമായി അത് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപും മാധ്യമങ്ങൾ വഴി അത്തരം കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ സിൽവർ ലൈനിൻ്റെ ഗുണദോഷങ്ങളിലേക്ക് കടക്കുന്നില്ല. ശ്രീ ബാബുരാജ് സൂചിപ്പിച്ചതുപോലെ സിൽവർ ലൈൻ കേരളത്തിൽ നടപ്പാക്കാൻ കേരള സമൂഹം അനുവദിക്കില്ല എന്ന വസ്തുത ഉറപ്പിച്ച് പറയാൻ മാത്രം എൻ്റെ ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നു. അത് ജനങ്ങളെയൊക്കെ അടിച്ചമർത്തി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആളുകളെ കൊണ്ട് ഞങ്ങൾ നടത്തിക്കും എന്ന സമീപനമാണ് എടുക്കുന്നതെങ്കിൽ അതിനെ എതിർക്കുന്ന ജനങ്ങളും അതേ സമീപനം തന്നെ സ്വീകരിച്ചുകൊണ്ട് നടത്തിക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കും എന്നാണ് ഒരുപക്ഷെ CPM പാർട്ടിയോട് ജനങ്ങളെന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്. ആ പരിശ്രമത്തോടൊപ്പം തന്നെ എല്ലാവിധ നിയമപരമായ മാർഗങ്ങളും പരിശോധിക്കുകയും ചെയ്യും. എന്തായാലും ഈ പദ്ധതി ഈ ഗവൺമെന്റിന്റെ കാലത്തോ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുന്ന കാലത്തോ കേരളത്തിൽ നടപ്പാവില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കും. ഞാനിവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് സേവ് കേരള സമിതിയുടെ ഉദ്ദേശത്തെക്കുറിച്ചും അത് രൂപം കൊണ്ട സാഹചര്യത്തെക്കുറിച്ചുമാണ്. ഞങ്ങൾ എറണാകുളത്ത് ഈ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഒരു ആലോചനാ യോഗം ചേർന്നപ്പോൾ
തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ആദ്യം ഒരു കൺവെൻഷൻ നടത്തി സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഉള്ള ക്യാമ്പയിൻ ആരംഭിക്കാം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ് ഹാളിൽ ഒരു കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷനിൽ വച്ചാണ് സേവ് കേരള സമിതി എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടിട്ടുള്ളത്. 10-20ഓളം വിവിധ സന്നദ്ധ സംഘടനകൾ സേവ് കേരള സമിതിയുടെ രൂപീകരണത്തിലും അതിൻ്റെ പ്രവർത്തനത്തിലും സഹകരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മുഖ്യ അജണ്ട സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ്. ശ്രീ ബാബുരാജ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ചെയർമാനായിട്ട് ആന്റി കെ-റെയിൽ അല്ലെങ്കിൽ കെ-റെയിൽ വിരുദ്ധ സമരസമിതി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്താ പറയുക, വളരെ സിസ്റ്റമാറ്റിക്കായി ഓരോ പ്രദേശത്തും യൂണിറ്റുകൾ ഉണ്ടാക്കി ഭൂമിയോ വീടോ ഉപജീവന മാർഗമോ നഷ്ടപ്പെടാനിടയുള്ള ഓരോരുത്തരെയും കണ്ടെത്തി അംഗങ്ങളാക്കി സിസ്റ്റമാറ്റിക് ആയി പ്രവർത്തിക്കുന്ന ആ സമരസമിതിക്ക് CPM-ന് വളരെ വലിയ തോതിലുള്ള വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 50,000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരുടെ ശക്തി സർക്കാരിന് മുമ്പിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഭൂമിയും വീടും അല്ലെങ്കിൽ ഉപജീവന മാർഗവും നഷ്ടപ്പെടാത്ത ധാരാളം ആളുകളും സിൽവർ ലൈൻ പദ്ധതിക്കെതിരാണ്. കാരണം അത് കേരളത്തിന് ആവശ്യമില്ലാത്ത ഒരു പദ്ധതിയാണ്. അതുപോലെ ബാബുരാജും ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണും സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ന്യൂനതകൾ, ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിയാണ് എന്നതുകൊണ്ട് ഈ പദ്ധതി വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ സേവ് കേരള സമിതി എന്ന് പറയാം. സമരസമിതിയോടൊപ്പം നിന്നുകൊണ്ട് സമരസമിതിക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി വരുന്നതിനെ തടയുക എന്നതാണ് സേവ് കേരള സമിതിയുടെ മുഖ്യ അജണ്ട. അതോടൊപ്പം തന്നെ കേരളത്തിൽ ടേക്കപ്പ് ചെയ്യേണ്ട മറ്റ് ചില വിഷയങ്ങളുമുണ്ട് എന്ന് സേവ് കേരള സമിതി വിലയിരുത്തുന്നുണ്ട്. ഒന്ന് നമുക്കറിയാം, കർഷകരുടെ പ്രക്ഷോഭം ഡൽഹിയിൽ വിജയം വരിച്ചു. പാർലമെന്റ് ഉണ്ടാക്കിയ 3 നിയമങ്ങൾ പാർലമെന്റിനെ കൊണ്ട് തന്നെ പിൻവലിപ്പിക്കാൻ കഴിയുക എന്ന ജനാധിപത്യത്തിൽ ഒരു ജനസമൂഹത്തിന് നേടാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു വിജയം കർഷക പ്രക്ഷോഭത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ കർഷകരുടെ അവസ്ഥ ഇന്ത്യയിൽ ഒട്ടാകെയും അങ്ങനെ തന്നെയാണ്. കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന സ്ഥിതി തന്നെയാണ്. കേരളത്തിൽ വന്യമൃഗ ശല്യം കൊണ്ട് കേരളത്തിലെ കർഷകർ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. LDF-ന്റെ പ്രകടന പത്രികയിൽ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കും ഇങ്ങനെ തന്നെയാണ്. കേരളത്തിലെ കർഷകർ വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും എന്നാണ് LDF-ന്റെ പ്രകടന പത്രികയിൽ 900 വാഗ്ദാനങ്ങൾ ഉള്ളതിൽ 726-ാമത്തെ വാഗ്ദാനമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, എല്ലാ ദിവസവും എന്നതുപോലെ കർഷകർ മരിക്കുന്നുണ്ട്, കർഷകരുടെ കൃഷികളും നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കർഷകർ നടത്തുന്ന പരിശ്രമങ്ങളെ സേവ് കേരള സമിതി പ്രതീക്ഷയോടെ കാണുകയും അതിനാവശ്യമായ പിന്തുണ നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പണി യഥാർത്ഥത്തിൽ കടലിൽ കല്ലിടുന്ന പരിപാടി ഏകദേശം 40% മാത്രം ആയപ്പോൾ തന്നെ വിഴിഞ്ഞത്തിന് വടക്ക് ഭാഗത്തുള്ള 6-7 ഗ്രാമങ്ങളിൽ 100 കണക്കിന് വീടുകളാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. കര ഇല്ലാതാവുകയും അവിടെയുള്ള വീടുകൾ നശിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി 380 കുടുംബങ്ങൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അവിടെ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഈ തുറമുഖത്തിന്റെ പണി ഇനിയും മുൻപോട്ട് പോയാൽ ഈ ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതാകും. ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവിടെ നിന്ന് മാറേണ്ടി വരും. അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെടും എന്ന ആശങ്കയിൽ തുറമുഖത്തിന്റെ പണി നിർത്തി വയ്ക്കണമെന്നും തുറമുഖത്തിന്റെ പണി മുൻപോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നതെങ്കിൽ ഒന്നുകിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടേ തുറമുഖം മുമ്പോട്ട് പോകാവൂ.
അല്ലെങ്കിൽ തുറമുഖത്തിന്റെ പണി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘടിത ശ്രമം മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നവംബർ 6-ാം തീയതി അവിടെ നടന്ന ഒരു ബഹുജന സമ്മേളനത്തിലും അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ മുഖ്യ അതിഥിയായി സംസാരിച്ചിരുന്നു. കൂടാതെ ഡൽഹിയിലെ കർഷക പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന ഒരു നേതാവും ശ്രീ സിർസാജി എന്ന് പറയുന്ന ആളും ആ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. മത്സ്യത്തൊഴിലാളികളും കർഷകരും കൂടി ചേർന്ന മത്സ്യത്തൊഴിലാളി കർഷക സംയുക്ത സമിതി എന്ന ഒരു സമിതിയും രൂപീകരിച്ചുകൊണ്ട് ആ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോവുകയും അത് തിരുവനന്തപുരം ജില്ലയുടെ തീരദേശത്തിൽ നിന്ന് കേരളത്തിന്റെ മുഴുവൻ തീരദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള പരിശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളും മറുഭാഗത്ത് കർഷകരും അണിനിരന്നുകൊണ്ടുള്ള ഒരു ദീർഘമായ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് ഒരുക്കങ്ങൾ ആ രണ്ട് വിഭാഗങ്ങളുടെയും ഭാഗത്ത് നടക്കുന്നുണ്ട്. സേവ് കേരള സമിതിയെ അതിന് ആവശ്യമായ പിന്തുണ നൽകിക്കൊണ്ട് അവരോടൊപ്പം നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, എൻഡോസൾഫാൻ ദുരന്തത്തിനിരയായ ആളുകൾ ഇപ്പോഴും ചികിത്സയ്ക്കുള്ള പണം പോലും ലഭിക്കാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമരം നടക്കുമ്പോഴും ഗവൺമെന്റ് ഉറപ്പ് നൽകും. ആ ഉറപ്പ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ലംഘിക്കപ്പെടുകയും അവർക്ക് ലഭിക്കേണ്ട തുച്ഛമായ ആനുകൂല്യങ്ങൾ പോലും നൽകാൻ സർക്കാർ തയ്യാറാവാതെ ഇരിക്കുകയും ചെയ്യാം. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന സംഗതിയിലും അവരോടൊപ്പം നിൽക്കാൻ സേവ് കേരള സമിതി ശ്രമിക്കുന്നുണ്ട്, താല്പര്യം എടുക്കുന്നുണ്ട്. ഈ വിധത്തിൽ അടുത്ത ഏപ്രിൽ മെയ് മാസമാവുമ്പോഴേക്കും സംസ്ഥാനത്ത് ഒട്ടാകെ ഒരു നെറ്റ്വർക്ക് പോലെ പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടു വരിക എന്ന ഉദ്ദേശത്തോടെ ഉള്ള ഒരുക്കങ്ങൾ അഥവാ ഗ്രൗണ്ട് വർക്ക് സേവ് കേരള സമിതി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പരിശ്രമത്തിൽ എല്ലാ ആളുകളുടെയും എല്ലാ ബഹുജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്ന് സേവ് കേരള സമിതിയുടെ കൺവീനർ എന്ന നിലയിൽ വളരെ വിനയപൂർവ്വം ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വിശദീകരണം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഇവിടെ ചെറിയ രണ്ട് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാണ്. ഒന്ന്, കവി KG ശങ്കരപിള്ള, സച്ചിദാനന്ദൻ, പിന്നെ കൽപ്പറ്റ നാരായണൻ എന്നിവരുടെ മറ്റേ കുറിപ്പുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് പ്രേംബാബുവായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ കവികളും ചിന്തകരുമായ KGS-ഉം സച്ചിദാനന്ദനും കൽപ്പറ്റ നാരായണനും പിന്നെ ഏറ്റവും ആദ്യത്തെ എന്ന് പറയാവുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു വനിതാ ശക്തി അജിതയും അവരൊക്കെ അങ്ങേയറ്റം ഗവൺമെന്റിനോടുള്ള രോഷം തീർക്കുന്ന വാക്കുകളാണ് അവർ പറഞ്ഞത്. അത് ഞാൻ എഴുതിയെടുത്തത് വായിക്കാം. ആദ്യമായി KGS പറഞ്ഞതാണ്: വേണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾ ആവർത്തിച്ച് തള്ളിക്കളഞ്ഞ ഒരു കൊടും ദ്രോഹ പദ്ധതിയാണ് കെയറി. കാസർഗോഡ് നിന്ന് 4 മണിക്കൂർ കൊണ്ട് കൊച്ചുവേളിയിലെത്താം എന്ന വേഗസായുജ്യം സമയലാഭവുമാണ് ഈ പദ്ധതിയുടെ വിജയസാഫല്യങ്ങൾ എന്നേ സർക്കാരും കൈക്കാരും പറയുന്നുള്ളൂ. സാമ്പത്തിക, സാങ്കേതിക, പാരിസ്ഥിതിക, സാമൂഹിക ശാസ്ത്രങ്ങളിൽ ആധികാരികമായ അറിവും ധാർമ്മികതയും വകതിരിവുമുള്ളവർ മുഴുവനും പറഞ്ഞു, ഇത് നഷ്ടമാണ്, ഇത് വികസനമല്ല, വികസന ഫാഷിസമാണ്, രാജ്യത്തെ കടക്കണിയിൽ പണയപ്പെടുത്തുകയാണ്, അനേകായിരം പേരെ വഴിയാധാരമാക്കുന്ന കൂട്ട ബലിയാണ്, ഇത് നമുക്ക് വേണ്ട 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 എന്നും ഇതിന്റെ ഗുണവും ലാഭവും ചെറിയൊരു ധനികർക്കും ഏതാനും വിദേശ കുത്തകകൾക്കും മാത്രമാണ്. കാലഹരണപ്പെട്ട റെയിൽ സാങ്കേതിക വിദ്യയും ലോഹമാലിന്യങ്ങളും മലയാളിയുടെ നെഞ്ചത്ത് കൊണ്ടുവന്ന് തട്ടിക്കൊള്ളാൻ കോർപ്പറേറ്റ് സാത്താന്മാരെ നമ്മുടെ നാഴി ഇരുന്നാഴി മണ്ണിലേക്ക് കേരളീയ കൊള്ളക്കാർ വിളിച്ചു വരുത്തുകയാണ്.
ഇതിന്റെ പിന്നിൽ വലിയ ജനവഞ്ചനയുണ്ട്. വാഗ്ദാനം വഞ്ചനയുടെ അവതാരികയാണ്. വാഗ്ദാനം വഞ്ചനയുടെ അവതാരികയാണ്. പിന്നാലെ വരാനിരിക്കുന്നത് വഞ്ചനയുടെയും ബാധ്യതകളുടെയും നരകാധ്യായങ്ങളാണ്. ഇക്കാര്യത്തിൽ ഞാൻ ജനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു. കേരയിൽ പദ്ധതി ഭൂമി ഏറ്റെടുക്കുന്നത് ഇതുവരെ കണ്ടിടത്തോളം ഉദ്യോഗസ്ഥരല്ല, മനുഷ്യർ താമസിക്കുന്ന വീടുകൾ തളിച്ചും ചവിട്ടിപ്പൊളിച്ചും അകത്ത് കയറിയും ഗുണ്ടാ വിളയാട്ടം നടത്താനാണ് പോകുന്നത്. ഏത് വികസന നിർവഹണത്തിലും നീതി നിർവഹണം നിർബന്ധമാണ്. കേരയിൽ കാര്യത്തിൽ അനീതി നിർവഹണം മാത്രമാണ് നടക്കുന്നത്. അനീതി നിർവഹണം. കുറെ കാലമായി ഇന്ത്യയിൽ ഒരു പാളവുമില്ലാതെ ചില അതിവേഗ എഞ്ചിനുകൾ അതിവേഗ എഞ്ചിനുകൾ ഓടുന്നുണ്ട്. അതിവേഗ അഴിമതി എഞ്ചിനുകൾ വായുവേഗത്തിലും പ്രകാശവേഗത്തിലും കൂടിയതാണത്. അഴിമതി വേഗം, അതിന്റെ വേഗം അഴിമതി വേഗമാണ്. ആ ഒരു ജനാധിപത്യ ഗവൺമെന്റും പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പാടില്ല. ഒരു ജനാധിപത്യ ഗവൺമെന്റിനെയും അത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നാം അനുവദിക്കാൻ പാടില്ല. ജനങ്ങൾ ഒന്നടങ്കം വേണ്ടെന്ന് പറഞ്ഞ കേരയിൽ പദ്ധതി എന്ന ബഹുമുഖ മാരണം കേരള സർക്കാർ ഉപേക്ഷിക്കണം. ഇങ്ങനെയാണ് കവി KGS പാടിയത് എന്ന് പറയാം. ഇനി സച്ചിദാനന്ദൻ പറഞ്ഞതാണ്, ഏതൊരു വികസന പദ്ധതിയെയും വിലയിരുത്തുമ്പോൾ ആദ്യത്തെ ചോദ്യം ആർക്കു വേണ്ടി എന്നതാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് വികസനത്തെ വിലയിരുത്തേണ്ടത്. ഈ പദ്ധതിയുടെ ഇരകൾ സ്വന്തം സ്ഥലത്തു നിന്ന് കുഴിയൊടിക്കപ്പെടുന്ന സാധാരണക്കാരായിരിക്കും. രണ്ടാമത്തെ ചോദ്യം പദ്ധതിക്ക് വരുന്ന ചെലവും അതുകൊണ്ടുള്ള പ്രയോജനവും തമ്മിലുള്ള അനുപാതമാണ്. അതിന്റെ പ്രയോജനത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതിപാദനങ്ങളും പകൽ സ്വപ്നങ്ങളായേ തോന്നുന്നുള്ളൂ. 3.5 മാസത്തേക്ക് മൂന്നാമത്തേത് നാം മുൻഗണന നൽകേണ്ട കാര്യങ്ങളിൽ അത് വരുന്നുണ്ടോ എന്നതാണ്. ഈ വികസനം മുൻഗണനയിൽ വരുന്നുണ്ടോ? ആദിവാസി ക്ഷേമം മുതൽ പൊതുജനാരോഗ്യവും പ്രവാസി പുനരധിവാസവും വരെ അനേകം കാര്യങ്ങൾ നമ്മുടെ പ്രഥമ ശ്രദ്ധ അർഹിക്കുന്നവയായുണ്ട്. നാലാമത്തെ ചോദ്യം, നമ്മുടെ ദുർബലവും വായ്പാധിഷ്ഠിതവുമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ജനതയ്ക്ക് ഭീമമായ കടം വരുത്തി വയ്ക്കുന്ന ഇത്തരം ഒരു പദ്ധതി കൂടി താങ്ങാൻ ആവുമോ എന്നതാണ്. വിശേഷിച്ചും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ വിമാന സഞ്ചാരം സാധ്യമാണ് എന്നിരിക്കെ അഞ്ചാമത്തെ ചോദ്യം, നമ്മുടെ ഇപ്പോൾ തന്നെ ലോലമായ പരിസ്ഥിതിക്കുമേലുള്ള ആഘാതം എന്തായിരിക്കും എന്നതാണ്. ഇനി നമുക്ക് തൂർക്കാൻ വയലുകളില്ല, നികത്താൻ തണ്ണീർത്തടങ്ങളില്ല. 2 പ്രളയങ്ങൾ നാം അനുഭവിച്ചു കഴിഞ്ഞു. ഈ വസ്തുതകളുടെ വിശദ വശങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തും മറ്റു സംഘടനകളും കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചു കഴിഞ്ഞതാണ്. അതിനാൽ കേരയിൽ പദ്ധതി ജനതയുടെ പക്ഷത്തു നിന്നുള്ള സൂക്ഷ്മമായ അപകടത്തിന് വിഷയമാകേണ്ടതുണ്ട്, പ്രതിരോധിക്കേണ്ടതുണ്ട്. ഈ കൺവെൻഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് PCL സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് PA പൗരൻ സംസാരിക്കും. അധ്യക്ഷൻ ശ്രീ TN സന്തോഷ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ, പ്രിയപ്പെട്ടവർ, മുമ്പ് കേരളത്തിൽ ഒരു അണുശക്തി നിലയെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടക്കുകയുണ്ടായി. അതിന് നേതൃത്വം കൊടുത്ത തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഒരു മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, പോത്തിനോട് ചോദിച്ചിട്ടല്ല നുകം കഴുത്തിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ അണുശക്തി നിലയെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ജനങ്ങളുടെ സമ്മതം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ K. കരുണാകരൻ കേരളത്തിൽ അണുശക്തി നിലയത്തിന് വേണ്ടിയുള്ള പ്രാഥമികമായ ചർച്ചകൾ തുടങ്ങിയത്. ആദ്യം കോതമംഗലത്താണ് ഉദ്ദേശിച്ചത്, പിന്നീട് കണ്ണൂർ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു, പിന്നീട് കണ്ണൂർ ജില്ലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു, പെരിങ്ങോം എന്ന് പറഞ്ഞ സ്ഥലത്ത്. പക്ഷേ ഈ 3 സ്ഥലങ്ങളിലും അവിടുത്തെ ജനങ്ങൾ പ്രാദേശികമായി സംഘടിക്കുകയും ഒടുവിൽ കേരളത്തിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കൊണ്ട് അണുശക്തി നിലയത്തിനെതിരെ ക്യാമ്പയിൻ നടത്തി നമ്മൾ വിജയിച്ചു. ഒരു ചരിത്രമുണ്ട്. അത് എങ്ങനെ നമുക്ക് തകർക്കാൻ സാധിച്ചുവോ അതിനേക്കാൾ രൂക്ഷമായ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2ാം ഭരണം കിട്ടിയതോടുകൂടി, അല്ലെങ്കിൽ ഭരണ
തുടർച്ച കിട്ടിയതോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങളുടെ ഭരണം പൂർണ്ണ സംതൃപ്തി കേരളത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചകമായിട്ടാണ് ഞങ്ങൾ രണ്ടാം ഭരണത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും പ്രവർത്തിച്ചാൽ പോലും ഞങ്ങൾക്ക് 56 ലക്ഷം വോളണ്ടിയേഴ്സ് ഞങ്ങളുടെ ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ചില സംഘടനകളും പ്രത്യേകിച്ച് പരിസ്ഥിതി സംഘടനകളും അതേപോലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിനെ എതിർത്താൽ പോലും അതിനെ മറികടന്നുകൊണ്ട് 1,23,000 കോടി രൂപയാണ് ഞാൻ ഒരു കണക്ക് നോക്കിയപ്പോൾ കണ്ടത്. ഈ പദ്ധതി നടപ്പിലാക്കും. കേരളത്തെ രണ്ടായിട്ട് മുറിക്കും. 7 മീറ്റർ ഉയരമുള്ള ഒരു എംപാങ്ക്മെൻറ്റ്, 18 അടി താഴെ വീതിയും 7 അടി ഉയരമുള്ള ഒരു എംപാങ്ക്മെൻറ്റ് കേരളത്തെ രണ്ടായിട്ട് വേർതിരിച്ച് കാസർഗോഡ് മുതൽ കണ്ണൂർ വരെ എത്തിക്കും. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ പിണറായി വിജയൻ മുമ്പ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ ഈ 3 സ്ഥലത്തുമുള്ള ജനറേറ്ററുകളുടെ റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ച് കാനഡയിലുള്ള എസൻസി ലാവലിംഗ് കേസുമായി കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കി. 373.74 കോടി രൂപയുടെ കരാറാണ് ഉണ്ടാക്കിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, പ്രത്യേകിച്ച് ആക്ടിവിസ്റ്റുകൾ, നമ്മൾ ഓരോരുത്തരും ഒരു ആക്ടിവിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ഇവിടെ എത്തുകയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, അന്ന് 373.74 കോടി രൂപയുടെ അഴിമതി ചെയ്ത കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. 27 പ്രാവശ്യം അത് മാറ്റി വെച്ചുകൊണ്ടിരുന്നു. അതിനൊക്കെ സഹായിക്കുന്ന ഒരു ലോബി കേരളത്തിലുണ്ട്, ഡൽഹിയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്. അതേ ലോബി തന്നെയാണ് ഇപ്പോൾ ശ്രീ പിണറായി വിജയനെ കൊണ്ട് ഈ വലിയൊരു അംബീഷ്യസ് പ്രോഗ്രാം കേരളത്തിന് പറ്റുമെന്നുള്ളത് ചോദിച്ചാൽ ഇവിടെ ശ്രീ പ്രശാന്ത് ഭൂഷൺ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതൊരു എൻവറോൺമെൻറ്റൽ ഹസാർഡായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു സംശയം വിചാരിക്കേണ്ട. അതേപോലെ തന്നെ ഒരു എക്കണോമിക് സൂയിസൈഡ് ആയിരിക്കും, ഫൈനാൻഷ്യൽ സൂയിസൈഡ് ആയിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം 1965 KSRTC സ്ഥാപിച്ചപ്പോൾ അന്ന് പറഞ്ഞത് 10 വർഷം കൊണ്ട് കേരളത്തിലെ ഉൾഭാഗങ്ങളിൽ പോലും ഗ്രാമങ്ങളിൽ പോലും KSRTCയുടെ സർവീസ് എത്തിക്കും എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. 1965 അന്ന് കെ ജോർജ് ആണെന്ന് എനിക്ക് തോന്നുന്നു ബന്ധപ്പെട്ട മന്ത്രി ആരുമാകട്ടെ. പക്ഷേ ഇന്ന് KSRTC ലിക്വിഡേഷൻ്റെ വക്കത്താണ്. 5000 ബസ്സുകൾ പോലും ഓടിക്കാൻ സാധിക്കാത്ത ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് KSRTC എന്നുള്ള പേരിൽ ഇപ്പോഴും കുറേ അതിൻ്റെ വക്താക്കളുണ്ട്. അത് KSRTC സ്റ്റാഫ് തന്നെയാണ്. അവർ നമ്മുടെ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി അതിനെ KSRTCയെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അതിനെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോഴും ചില കുറിപ്പുകൾ എഴുതുന്നത് കാണാൻ സാധിക്കും. പക്ഷേ അത് പബ്ലിക്കിന് ഉപകാരപ്രദമാണോ? അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്, തെളിയിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് മെട്രോ വരുന്നത്. കൊച്ചിയിലെ മെട്രോ ആദ്യമായിട്ട് വരുന്നത്. ഈ കഴിഞ്ഞ ഇന്ന് വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ 1000 കോടി രൂപ നഷ്ടത്തിലാണ് മെട്രോ റൺ ചെയ്യുന്നത്. ഏറ്റവും വിദഗ്ധന്മാർ അതിൻ്റെ ചെയർപേഴ്സണായി അവസാനം റിട്ടയർ ചെയ്ത DGPയെ വരെ ലോക്നാഥ് ബെഹ്റ അതിൻ്റെ കീ പൊസിഷനിൽ വെച്ചു. പക്ഷേ ഇപ്പോൾ ബെഹ്റ എവിടെയെന്ന് അറിയില്ല. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ റിസോഴ്സസ് മുഴുവൻ ഏതാനും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ്, അതോടൊപ്പം തന്നെ ആ എക്സിക്യൂട്ടീവ്സിൻ്റെ ലോബികളായിട്ട് പ്രവർത്തിക്കുന്ന കുറേ മസിൽമെൻ, അങ്ങനെ ഞാൻ പറയുന്നത് ഖേദിക്കുകയാണ്, മസിൽമെൻ, അവർ ആണ് ഇന്ന് കേരളത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുവാൻ പ്രാപ്തരായിട്ടുള്ളവർ എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിനെ ഇപ്പോൾ എതിരെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഞാൻ 1973 മുതൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. വളരെ
അതിൻ്റെ കോറിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും, പല കാര്യങ്ങളിലും പരിഷത്ത് കൃത്യമായ പഠനങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ ചീങ്ങണ്ണിപ്പാലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്, നിലമ്പൂരടുത്ത്. ശ്രീ PV അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പോൾ അദ്ദേഹം MLA ആണ്, പ്രതിപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷ MLA ആണ്. മുമ്പ് അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു, അല്ലെങ്കിൽ ഭരണപക്ഷത്തായിരുന്നില്ല, എതിർചേരിയിലായിരുന്നപ്പോൾ ചീങ്ങണ്ണിപ്പാലി എന്ന് പറയുന്ന സ്ഥലത്ത് ആദിവാസികളുടെ മേഖലയിൽ അദ്ദേഹം ഒരു ചെക്ക് ഡാം പണിയാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ആദ്യമായിട്ട് രംഗത്ത് വന്നത് പരിഷത്തുകാരാണ്. KSSP, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അവർ അന്നത്തെ ജില്ലാ കളക്ടർ T. ഭാസ്കരന് ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ T. ഭാസ്കരൻ അന്നത്തെ ജില്ലാ കളക്ടർ ചീങ്ങണ്ണിപ്പാലിയിലുള്ള ചെക്ക് ഡാം പൊളിക്കുവാൻ ഓർഡർ ഇട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ അതിനിടയ്ക്ക് അദ്ദേഹം കാലുമാറി CPM-ലെത്തി, മത്സരിച്ച് ജയിച്ചു, നിലമ്പൂർ MLA ആയി. അതോടെ പരിഷത്ത് അവർ നിലപാട് മാറ്റി. ക്ഷമിക്കണം പറയുന്നത്, പരിഷത്ത് നിലപാട് മാറ്റുകയും ഇപ്പോൾ അവർ ഒരു അക്ഷരം പോലും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്തില്ല. അപ്പോൾ RVG മേനോൻ പരിഷത്തിൻ്റെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. K. ശ്രീധരൻ, ഈ ശ്രീധരനല്ല, K. ശ്രീധരൻ, കോഴിക്കോടുള്ള, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരുടെല്ലാം, അദ്ദേഹവും പരിഷത്ത് കേരളത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, പരിഷത്ത് പൊതുവെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും, ഒരു കണ്ടിജൻസി വരുമ്പോൾ, പ്രത്യേകിച്ച് MP പരമേശ്വരൻ, തൃശ്ശൂർക്കാരനാണ്, ഡോക്ടർ MP പരമേശ്വരൻ, ന്യൂക്ലിയർ പവർ പ്ലാന്റിനെതിരെ ശക്തമായി രംഗത്ത് വന്നൊരു വ്യക്തിയാണ്. ഇവിടെ അടുത്ത് താമസിക്കുന്നത്, തൊട്ടടുത്ത് ഡോക്ടർ MP പരമേശ്വരൻ. അദ്ദേഹമൊക്കെ രംഗത്ത് വന്നു. അദ്ദേഹം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. ഡോക്ടർ MP പരമേശ്വരനെ പാർട്ടി അതിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം പുറത്താക്കുകയാണ് ചെയ്തത്. അങ്ങനെ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെതിരെ നിലപാടെടുത്തതിന് അദ്ദേഹത്തെ അവർ അംഗീകരിച്ചു. പിൽക്കാലത്ത് അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ചില പരിഷ്കരണങ്ങൾ വരുത്തുവാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ പാർട്ടി തന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. ഡോക്ടർ MP പരമേശ്വരൻ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. പരിഷത്ത് ഓഫീസിൽ എനിക്ക് ജോലി തന്നത് തന്നെ അദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഞാൻ LLB പഠിച്ചതും ജയിച്ചതും തന്നെ. അപ്പോൾ ആ ഒരു പശ്ചാത്തലം വെച്ചിട്ട് പറയുകയാണ്, ഒരു കണ്ടിജൻസി വരുമ്പോൾ, ഒരു സന്ദിഗ്ധാവസ്ഥ വരുമ്പോൾ പരിഷത്തിലെ ആൾക്കാർ പോലും ഇതിൽ നിന്ന് വിഡ്രോ ചെയ്താൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ജനശക്തിയാണ് ഏറ്റവും ശക്തി എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ സേവ് കേരള ഈ സമിതിയിൽ ചേർന്നുകൊണ്ട് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ നമ്മൾ അവലോകനം ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ഒരു പാർട്ടി പറയുന്നത്, അല്ലെങ്കിൽ നേരത്തെ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി മെൻഷൻ ചെയ്തു, ഞങ്ങൾ വിചാരിച്ചാൽ നടത്തുമെന്ന് പറയുന്ന ആ രൂപത്തിലുള്ള ജർമ്മനിയിൽ 1932 മുതൽ 1944 വരെ നടത്തിയ ആ കാര്യം, ആ രൂപത്തിൽ ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ ആൾക്കാരും കൂടി നടത്തിയ ആ രൂപത്തിലുള്ള പ്രവർത്തനം ഇവിടെ വെസ്റ്റ് ബംഗാളിൽ നന്ദിഗ്രാമിൽ, അല്ലേ, നമുക്കറിയാവുന്നല്ലോ, മറക്കാൻ സമയമായിട്ടില്ല, 32 വർഷക്കാലം തുടർച്ചയായിട്ട് ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരെ നന്ദിഗ്രാമിലെ സാധാരണ ജനങ്ങളാണ് രംഗത്ത് വന്നത്. അതും ഒരു ഇന്തോനേഷ്യ